ലൈംഗിക പീഡന കേസിൽ അറസ്റ്റിലായതിനു ശേഷവും പാലക്കാടെത്തിയ രാഹുൽ വാങ്കൂട്ടത്തിന് പിന്തുണയുമായി കോൺഗ്രസ് നേതാക്കൾ. ബ്ലോക്ക് കോൺഗ്രസ് അധ്യക്ഷൻ ഉൾപ്പെടെ രാഹുലിനൊപ്പം വിവിധ പരിപാടികളിൽ പങ്കെടുത്തു. അതേസമയം തെരഞ്ഞെടുപ്പിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയാവുമോ എന്ന ചോദ്യത്തിന് പാർട്ടിയാണ് തീരുമാനിക്കേണ്ടതെന്നും പാർട്ടി പറഞ്ഞാൽ മത്സരിക്കും, ഇല്ലെങ്കിൽ മത്സരിക്കില്ല എന്നുമായിരുന്നു രാഹുലിന്റെ മറുപടി. പാർട്ടിയിൽ നിന്നും പുറത്തായെങ്കിലും രാഹുൽ മാങ്കൂട്ടത്തിലിന് കോൺഗ്രസ് നേതാക്കൾ പിന്തുണ നൽകുന്നത് തുടരുകയാണ്. ലൈംഗിക പീഡന കേസിൽ അറസ്റ്റിലായ ശേഷം വീണ്ടും പാലക്കാട് MLA ഓഫീസിലെത്തിയ രാഹുലിനെ ബ്ലോക്ക് കോൺഗ്രസ് അധ്യക്ഷൻ CV സതീഷ്, ബ്ലോക്ക് ട്രഷറർ മച്ചിങ്ങൽ ഹരിദാസ് എന്നിവർ സ്വീകരിച്ചു. തുടർന്ന് കണ്ണാടി പഞ്ചായത്തിൽ നടന്ന പരിപാടിയിലുൾപ്പെടെ വിവിധ കോൺഗ്രസ് നേതാക്കൾ രാഹുലിനൊപ്പം പങ്കെടുത്തു. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയാവുമോ എന്ന ചോദ്യത്തിന് പാർട്ടിയാണ് തീരുമാനിക്കേണ്ടത് എന്നും പാർട്ടി പറഞ്ഞാൽ മത്സരിക്കും, ഇല്ലെങ്കിൽ മത്സരിക്കില്ല എന്നുമായിരുന്നു രാഹുലിൻ്റെ മറുപടി. പാർട്ടിക്കാർ സ്വതന്ത്രനായി മത്സരിക്കണമെന്ന് ആവശ്യപ്പെടുന്നതിൽ സന്തോഷമുണ്ടെന്നും രാഹുൽ പ്രതികരിച്ചു. ഈ 18 വർഷത്തിനിടയിൽ ജനപ്രതിനിധിയായത് 1.5 വർഷം മാത്രമാണ്. പൊതുപ്രവർത്തനത്തിന് ജനപ്രതിനിധിയാകണം എന്നുള്ള നിർബന്ധ ബുദ്ധിയുള്ള ആളൊന്നുമല്ല ഞാൻ. അപ്പോൾ അതുകൊണ്ട് ജനപ്രതിനിധിയാവുക എന്ന് പറയുന്നൊരു വലിയ അവസരമാണ്. ജനങ്ങൾ നമ്മൾ അംഗീകരിക്കുക. അതും പാലക്കാട് പോലൊരു പ്രദേശം, എൻ്റെ വീട് ഇവിടെ അല്ലാഞ്ഞിട്ട് കൂടി, എൻ്റെ നാട് ഇതായിരുന്നില്ലാഞ്ഞിട്ട് കൂടി എന്നെ 2 കൈ നീട്ടി ഈ നാട് സ്വീകരിച്ചു. അതിൻ്റെ ചരിത്രത്തിൽ ഏറ്റവും വലിയ ഭൂരിപക്ഷം തന്നതിനകത്തൊക്കെ വലിയ സന്തോഷമാണുള്ളത്. അതൊക്കെ തന്നെ വലിയ അഭിമാനമല്ലേ. നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിയും വരെ പാലക്കാട് തുടരുമെന്നും രാഹുൽ പറഞ്ഞു. എന്നാൽ കോൺഗ്രസ് പാർട്ടി അംഗമല്ലാത്തതിനാൽ പ്രചാരണത്തിന് ഇറങ്ങില്ല എന്നും രാഹുൽ വ്യക്തമാക്കി. പാലക്കാട് സിനിമാ നടൻ രമേശ് പിഷാരടി സ്ഥാനാർത്ഥിയാവുമെന്നാണ് നിലവിലെ വിവരം. അതേസമയം പിഷാരടി സ്ഥാനാർത്ഥിയാവുന്നതിനെതിരെ കോൺഗ്രസിൽ ഭിന്ന അഭിപ്രായം നിലനിൽക്കുന്നുണ്ട്. ജനം, പാലക്കാട്.